ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. KR14 വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വ്ളോഗ് ചെയ്യാത്ത കാരണം എന്ന് വെച്ചാൽ പല ബിസികളും കാര്യങ്ങളായത് കൊണ്ടാണ് വ്ളോഗ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് ചെയ്ത് ഇടാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം നിങ്ങൾക്ക് കാണാൻ പോകുന്നത് ഒരു വലിയൊരു പാലത്തിൻ്റെ വീഡിയോ ആണ്. പക്ഷെ അത് ഞാൻ എവിടെയെന്നൊന്നും പറയില്ല. പക്ഷെ അത് നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ, ആ വഴി പോയവരാണെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം അത്ര വലിയൊരു പാലത്തിൻ്റെ വീഡിയോ ആണ്. കാരണം വളരെയധികം ഞാൻ ആദ്യമായിട്ടാണ് അതുപോലുള്ള പാലത്തിൽ കടന്നു പോയത്. അതുകൊണ്ടാണ് ആ വീഡിയോ ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റും. പക്ഷേ അതിൽ കൂടുതൽ സ്പീഡ് പോകാനും പറ്റൂല. കാരണം ഞാൻ ഒറ്റക്കാണുള്ളത്. അപ്പം ഞാൻ തന്നെയാണ് വീഡിയോ ചെയ്യേണ്ടത്. ഡ്രൈവ് ചെയ്യുന്നതും ഞാൻ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ആ വഴിയിലൂടെ 40 സ്പീഡിലേ പോകാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ പരമാവധി ആ വീഡിയോ നിങ്ങൾക്ക് എടുത്ത് ഷെയർ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക. ഇതാ ആ വാഹനം പോകുന്ന സ്ഥലമാണ് പാലം. ഇവിടുന്നാണ് സ്റ്റാർട്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പാലത്തിന് തൊട്ട് മുമ്പിൽ നിന്നിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നുള്ളത്. കാരണം അവിടെ നിന്നാണ് ഇപ്പോൾ നിങ്ങൾ കാണാം, ആ ലോറി എത്തിയ അവിടെ നിന്നാണ് പാലം സ്റ്റാർട്ടാകുന്നത്. അപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ട് സൈഡ് നിർത്തിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാം 00 ആയിട്ടുള്ള ആ 0 പോയിന്റ് കാണാം, ട്രിപ്പ് എഴുതിയിട്ടുള്ള അവിടെ നിങ്ങൾക്ക് കാണാം. വീഡിയോ ഈ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് 5 കിലോമീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളമുള്ളത്. അത് ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ആ പാലത്തിൽ പോയി റൺ ചെയ്ത് നോക്കിയതാണ് എത്ര കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം അത്രയും ലെങ്ത്തുള്ള ഒരു പാലമാണ്. ഇപ്പോൾ സമയം 11:42 അത് രാത്രിയാണ്. ഇപ്പോൾ രാത്രിയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത ലൈവായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പാലത്തിൻ്റെ എൻഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം എത്ര കിലോമീറ്ററാണ് ഈ പാലം ഉള്ളത് എന്ന്. പിന്നെ എനിക്ക് കൂടുതൽ സ്പീഡ് പോകാനും പറ്റൂല. കാരണം എന്ന് വെച്ചാൽ ആ പാലത്തിൻ്റെ മുകളിൽ കയറിയാൽ അതിന് തൊട്ട് മുമ്പ് ഭയങ്കര സ്പീഡാണ്. കാരണം ഞാൻ ഈ റോഡിൻ്റെ സൈഡിലാണ് നിന്നിട്ടുള്ളത്. ഭയങ്കര സ്പീഡിലാണ് വാഹനമൊക്കെ പോകുന്നുള്ളത്. പക്ഷെ പാലത്തിലെത്തി കഴിഞ്ഞാൽ 40 സ്പീഡേ പോകാൻ പാടുള്ളൂ. അതിനായിട്ട് കൂടുതൽ പോകാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലിയർ ആകുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ കാറിൻ്റെ അകത്താണുള്ളത്. കൂടാതെ ഞാൻ തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ തന്നെ ഡ്രൈവും ചെയ്യണം. അതുകൊണ്ട് റിസ്ക് പിടിച്ചതാണ്. എങ്കിലും ഞാൻ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. 5 കിലോമീറ്റർ ഞാൻ മൊബൈൽ പിടിച്ച് ഈ വീഡിയോ ചെയ്യണം. അതുകൊണ്ട് വളരെ റിസ്ക്കാണ്. എങ്കിലും ഞാൻ മാക്സിമം സ്ലോയിൽ പോയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇതാ കാണുക.
മഴ പെയ്തത് കൊണ്ട് ചെറിയൊരു പണി കിട്ടി. കാരണം ഗ്ലാസ് ഒക്കെ ക്ലിയർ ആയിട്ട് കാണാം. കിലോമീറ്റർ ഓക്കെ, ഏകദേശം 2 കിലോമീറ്റർ ആവാനായി. ഇപ്പോൾ 2 കിലോമീറ്റർ ഞാൻ ഈ പാലത്തിൻ്റെ മുകളിൽ വാഹനമുള്ളത് കൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കാനും പറ്റൂല. ഇതാണ് പാലം. അപ്പോൾ നിങ്ങൾക്കും ഇത് ചിലവർക്ക് ആദ്യമായിട്ടുണ്ടാവും കാണുന്നത്. ഞാൻ ആദ്യമാണ് ഇതുപോലുള്ള പാലത്തിൽ ഡ്രൈവ് ചെയ്ത് പോയത് തന്നെ. പക്ഷെ അതുകൊണ്ടാണ് എനിക്കൊരു നല്ലൊരു ലൈക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അല്ലാണ്ട് ആദ്യം ഞാൻ ചെയ്യാൻ വിചാരിച്ചതല്ല. ഇതിൽ റണ്ണ് ചെയ്ത ശേഷം ഞാൻ തോന്നി എൻ്റെ ഒരു വീഡിയോ എടുത്ത് ചാനലിലിടാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മഴ വന്ന് ചെറിയൊരു പ്രോബ്ലം, ഇല്ലെങ്കിൽ ഇതിനെക്കാട്ടും കുറച്ച് ക്ലിയർ ഉണ്ടാട്ടായിരുന്നു. ഇത് ഇപ്പോൾ വൈഫറെല്ലാം ഇട്ടിട്ടാണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാട്ടിക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പാലം എവിടെ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അറിയുന്നവർ. പക്ഷേ ആദ്യം കമൻറ്റ് ചെയ്ത് അത് ശരി ഉത്തരം പറഞ്ഞവരെ ഞാൻ പിന്ന് ചെയ്ത് മുകളിൽ വെക്കും. അത് ഏകദേശം മാക്സിമം ആൾക്കാർ എവിടെയെന്ന് പറഞ്ഞ ശേഷം ഞാൻ അതിൻ്റെ ഉത്തരം, അതിലാരെങ്കിലും ഒരാൾ ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഉത്തരം പറഞ്ഞിട്ടുള്ളവരെ ഞാൻ നോട്ട് ചെയ്യും. എന്നിട്ട് അതിനെ ഞാൻ പിൻ ചെയ്ത് വെക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ പാലം എവിടെ എന്ന്. എന്നിട്ട് നിങ്ങൾക്ക് വന്ന് അവിടെ വേണം കാണാനും പറ്റും. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനും പറ്റും. കാരണം ഒരു വാഹനം ഉണ്ടെങ്കിൽ ആ വാഹനത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്, എത്ര സ്പീഡിൽ പോയാൽ ഇത്ര ടൈമിലെത്തും എന്നൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥയും മനസ്സിലാക്കാൻ പറ്റും. ഇതുവരെ ഈ പാലത്തിൻ്റെ എൻഡായില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാലും മതി. ഞാൻ 40 സ്പീഡിൽ വണ്ടിയുണ്ട്, കൂടാതെ 5 കിലോമീറ്റർ പാലമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം ഇതിൻ്റെ നീളം. മഴ പെയ്തുകൊണ്ട് കുറച്ച് പ്രോബ്ലമായി. ഇല്ലെങ്കിൽ ഇതിനെക്കാട്ടും നല്ല ഭംഗി ഉണ്ടായിട്ടായിരുന്നു, നല്ല ക്ലിയർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വൈഫർ ഇട്ടത് കൊണ്ട് ശരിക്കും ഗ്ലാസ്സിൽ കാണുന്നില്ല വീഡിയോ. പാലത്തിൽ കയറിയ പാടാണ് മഴ പെയ്യാൻ സ്റ്റാർട്ടായത്. അത് ഭയങ്കര സംഭവമാണ്. എല്ലാ സ്ഥലത്തും പകുതി അവിടെ എത്തുമ്പോൾ 40 സ്പീഡ് എന്നുള്ള ആ ബോർഡ് വിട്ട് കാണാം. ഇവിടുത്തേക്ക് ഏകദേശം കഴിയാറായി. ഇപ്പോഴാണ് ഈ പാലം കഴിഞ്ഞത്. അപ്പോൾ ഇതുവരെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലൈവായിട്ടുള്ള ഇത് കാണാതാ. അതായത് ഏകദേശം
കണക്ക് 5 കിലോമീറ്റർ ആണ്. ഓക്കെ, പിന്നെ ആ പാലത്തിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അതായത് എനിക്കത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. കൂടാതെ പിന്നെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നത് റിസ്ക് പിടിച്ചതുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാത്തത്. അപ്പോൾ ആ പാലത്തിൻ്റെ 2 സൈഡായിട്ട് 2 ബോർഡ് ഇട്ടിട്ടുണ്ട്. അതായത് കാൽനടക്കാർക്ക് ഇതിൽ അനുവദനീയമല്ല എന്ന് പറഞ്ഞിട്ട്. അതായത് അത് റിസ്ക്കാണ്. കാരണം 5 കിലോമീറ്ററൊക്കെ നടന്നിട്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റിസ്ക്കാണ് പാലത്തിലെ കൂടി. കാരണം പ്രായമുള്ളവരും അതുപോലെ ചെറിയ കുട്ടികളൊക്കെ നടന്നു പോയാൽ ചിലപ്പോൾ നല്ല ചൂടുള്ള സമയത്തെല്ലാം തല കറങ്ങി വീണാൽ പിന്നെ വാഹനമൊക്കെ വരുമ്പോൾ അത് വളരെ ഡേഞ്ചറാണ്. അതുകൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ ബോർഡ് അവിടെ അതായത് 2 ഭാഗത്തും 4 ബോർഡ് ഇട്ടിട്ടുണ്ട്. ഒരു വശത്ത് 2 എണ്ണം, മറ്റേ വശത്ത് 2 എണ്ണം, 2 സൈഡിലായിട്ട് ബോർഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിയ പാലാണ്. കാരണം 5 കിലോമീറ്റർ നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോ പിടിച്ചൊക്കെ പോകേണ്ട ഒരു പിന്നെ നീളം കൂടി അത്രയും വലിയ ഒരു റോഡാണ്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ബോർഡ് ഇട്ടത്. പക്ഷെ അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ബോർഡ് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പം ഈ പാലത്തിൻ്റെ ആ സ്റ്റാർട്ടിങ്ങിലും ലാസ്റ്റ് എൻഡിലും നിങ്ങൾക്ക് 2 സൈഡ് ചെറിയ ബോർഡ് കാണാം. അത് എഴുത്ത് കാണൂല ചിലപ്പം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്കായിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടാതെ നിങ്ങൾക്ക് ലൈക്കായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ കമൻറ്റ് ചെയ്യുക. അറിയുന്നവർ ഇത് എവിടെയെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക. ഓക്കെ, മാക്സിമം നിങ്ങൾ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ആദ്യം കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.